30 സെന്റിന്റെ ഒരു സ്മോൾ ലാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെയാണ് എൻ്റെ ആദ്യത്തെ അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് 30 സെന്റിലാണ് ഞാൻ തുടങ്ങിയത്. അതാ ഞാൻ പറഞ്ഞു 30 സെന്റിൽ നിന്ന് 1000 ഏക്കറിലേക്ക് എത്തി. അതെ. അപ്പോൾ ഈ 30 സെന്റ് തുടങ്ങിയപ്പോൾ ആദ്യം ഇതിന് നല്ലൊരു ഒരു ടോപ്പ് ആർക്കിടെക്ട് ഒന്നും കിട്ടില്ലല്ലോ. അതെ. ഒരു ഫ്രണ്ട് ഒരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. അത് ഡിസൈൻ ചെയ്തു, സാങ്ഷൻ കിട്ടി, ലോഞ്ച് ചെയ്തു. ഒരാൾ വന്നു ഇത് മേടിക്കാൻ, അറിയാലോ. അപ്പോൾ ഹോം ഓഫീസാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ബയറെത്തി ഒരു മലയാളിയായിരുന്നു. പുള്ളി വാസ് വർക്കിംഗ് ഇൻ ആസ്ട്രോഫിസിക്സ്. ഓക്കെ. അപ്പോൾ പുള്ളി വന്ന് എല്ലാം കണ്ട് പുള്ളി പറഞ്ഞു ഞാൻ നാളെ വന്ന് അഡ്വാൻസ് തരാമെന്ന്. കാശ്. അന്ന് രാത്രി ഞാനും ഭാര്യയും കൂടി ബുക്കിംഗ് ഫോമൊക്കെ റെഡിയാക്കി. ഇതൊരു തട്ടിക്കൂട്ടിയ സെറ്റപ്പ് ആയിരുന്നു. ഹോം ഓഫീസൊക്കെയാണ്. അപ്പൊ എൻ്റെ കൂടെ ജോലി എടുക്കുന്ന 2 അസിസ്റ്റന്റ്മാരാണ് എൻ്റെ അസിസ്റ്റന്റ്മാർ പിടിയും. അപ്പോൾ നമ്മൾ സ്റ്റൈലിൽ ഇവിടെ ഗെറ്റ് മി ദ പെൻ, ഗെറ്റ് മി ദ സ്റ്റേപ്ലർ. അപ്പോൾ നമ്മളൊരു ഓഫീസിന്റെ ഫീലിംഗ് ആണെന്ന്. അപ്പോൾ ഇവരും പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു HP പാർട്ട് ടൈം ജോലി ചെയ്യാൻ. അങ്ങനെ ഗെറ്റ് മി ദ പെൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒരു സീൻ കാണിക്കണ്ടേ. അങ്ങനെ ഫസ്റ്റ് ബിസിനസ്. അപ്പോൾ ഈ ജെന്റിൽമാൻ പറഞ്ഞു ഞാൻ നാളെ വരാം അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ബുക്കിംഗ് ഫോമൊക്കെ ഉണ്ടാക്കി എല്ലാം ഫുൾ സ്റ്റൈലായിട്ട്. നെക്സ്റ്റ് ഡേ പുള്ളി വന്നു. പുള്ളി ഒരു മറ്റേ ബുദ്ധിജീവി പോലെ സൈഡിലൊരു ബാഗും ഒരു തിക്ക് ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനെ കയറി വന്നേ. എല്ലാം ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ക്യാഷ് ആണോ ചെക്കാണോ DD ആണോ? എനിക്ക് DD ആവാൻ ചാൻസ് ഇല്ല, ബിക്കോസ് he didn't take my company. അപ്പോൾ ക്യാഷോ ചെക്കാണോ? അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് മൂന്നും അല്ല. അപ്പോൾ ഭാര്യ അകത്ത് പോയി ചായ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഗസ്റ്റ് അല്ല പുള്ളി, കസ്റ്റമർ കൂടിയല്ലേ. അപ്പോൾ തിരിച്ചു വന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെന്താ? അപ്പോൾ പുള്ളി ബാഗിൽ നിന്ന് ഒരു പൊതി എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു പൊതി, റൗണ്ട് പൊതി. അതെന്തായിരിക്കും എന്ന് പറഞ്ഞ് ക്യാഷും അല്ല ചെക്കും അല്ല, എന്തായിട്ടും കോയിനായിട്ട് വരില്ലല്ലോ. പുള്ളിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ച ബിസിനസ്സിൽ. അപ്പോൾ പുള്ളി ആ പൊതി തുറമ്പോൾ സ്വർണം, ഗോൾഡ്. ഓക്കെ. ഈ പൊതി വെച്ചപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഓടി. ഞാൻ ഭാര്യ പറഞ്ഞു ഇതൊരു മെന്റൽ കേസ് ആയിരിക്കും, ഇത് പ്രാന്തനം തോന്നേ, അതായിരിക്കും ഇങ്ങനത്തെ ഒരു പൊതി വെച്ച് ബുക്കിംഗ് വന്നേക്കണ. അപ്പോൾ ഭാര്യയും കൂടി വന്നു. ഞങ്ങൾ അപ്പോൾ പുള്ളി തുറന്ന് പുള്ളി ഒരു സ്നേഹപൂർവ്വം പറഞ്ഞു ഇതെൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ്. അയ്യോ. അപ്പോൾ നമുക്കൊരു ഈ മാർവാടി എന്ന് പറയും, ഇത് വീട് എന്നുള്ള ഒരു ആഗ്രഹം സ്വന്തമാക്കാൻ. മാർവാടിന്ന് നമ്മുടെ മലയാളത്തിൽ എന്ത് പറയുന്നത്, മറ്റേ പലിശ കൊടുക്കുക, സ്വർണം വെച്ചിട്ട് പലിശ കൊടുക്കില്ലേ. ആ ഒരു ആളുടെ അടുത്ത് ഇത് നിങ്ങൾ വെച്ചോളൂ, എന്നിട്ട് കാശ് എടുത്ത് അഡ്വാൻസ് ഇട്ട് എടുത്തോളാം. ഞാൻ ഈ ഭാഗത്ത് HP ഒരു വൈറ്റ് കോളർ ജോബാണ്. എനിക്ക് നല്ല കാറും എല്ലാം ഉണ്ട്. ഓക്കെ. ഞാനും പണം പലിശക്ക് കൊടുക്കണം, തേടി പോകാം. മാർവാടി എന്ന പേര്. നിങ്ങളും നോക്കിക്കോളൂ. ഞാൻ പുതിയതായിട്ട് ബാംഗ്ലൂർക്ക് വന്നിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും തേടാം.